Hello students, we are back with another video, and in the last video we have discussed about the ordinal utility theory and what is indifference curve and what are the assumptions that underlie this has been discussed already. And in this video we'll be discussing about the properties or characteristics of indifference curve and how it is useful. So moving on, the curve slopes downwards from left to right. ഓക്കെ, ഈ ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്ന സമയത്ത് ഈ കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള കർവാണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് സ്ലോപ്പ് ചെയ്ത് വരുന്ന കർവാണ്. അതിൻ്റെ കാരണം എന്താണ്? അത് അങ്ങനെ സ്ലോപ്പ് ചെയ്യാനുള്ള കാരണം ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. എന്ന് വെച്ചാൽ രണ്ട് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സിലാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നതെങ്കിൽ അതിൻ്റെ ഒന്ന് കൂട്ടുന്ന സമയത്ത് മറ്റത് ഓട്ടോമാറ്റിക്കലി കുറയണം. അതാണ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഏതാണ്ട് എങ്ങനെ ഇരിക്കും. ഓക്കെ, ദെൻ ദ കർവ് ഇസ് കോൺവെക്സ് ടു ഒറിജിൻ. സി, അത് കോൺവെക്സ് ആണ്, സ്ട്രെയിറ്റ് ലൈൻ അല്ല, അപ്പോൾ കോൺവെക്സ് ടു ഒറിജിൻ ആണ് ഉണ്ടാവുക. ദെൻ ദ കർവ് ഹാസ് എ നെഗറ്റീവ് സ്ലോപ്പ്, താഴത്തേക്കാണ് വന്നത്. ജസ്റ്റ് ലൈക്ക് യുവർ ഡിമാൻഡ് കർവ്, ഇറ്റ് ഈസ് ഹാവിങ് എ നെഗറ്റീവ് സ്ലോപ്പ് ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഡ്യൂ ടു DMRS, that is diminishing marginal rate of substitution. Then the two curves cannot intersect with each other. Same combination cannot give different level of satisfaction. ഇത് പറയുന്നത് എന്താണെന്നറിയോ? രണ്ട് ഇൻഡിഫറൻസ് കർവ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ടു ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് മേലെ ഒരു കർവും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കർവ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ്, ഒരു ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കർവ് ഇൻ്റർസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഈ കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, ഇങ്ങനെ രണ്ട് ഗുഡ്സ് ആണ് വിചാരിക്കാം. ഇവിടെ എക്സും ഇവിടെ വൈയും തന്നെ എടുക്കാം. അപ്പോൾ ഒരു കോമ്പിനേഷൻ എക്സ് ആൻഡ് വൈ വിൽ ഗിവ് ടു ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഈക്വൽ സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, രണ്ട് ഒരേപോലത്തെ കോമ്പിനേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കർവ്സ് എന്ത് ചെയ്യില്ല? ദേ വിൽ നോട്ട് intersect, and higher indifference curve gives higher level of satisfaction. ഒരു ഹയർ ലെവലിൽ ഇൻഡിഫറൻസ് കർവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് ഇപ്പോൾ ഈ ഒരു ഇൻഡിഫറൻസ് കർവ് എന്ന് കാണിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ, സേ ഫോർ എക്സാമ്പിൾ 10 ആണ്, നമുക്ക് കാർഡിനൽ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ മേലെ ആയിരിക്കും രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവ് കാണിക്കുക. ഇതിൻ്റെ താഴത്തേക്ക് വന്നാൽ, ഇപ്പോൾ ഇവിടെ നമ്മളൊരു കർവിനെ വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ദെൻ ഇറ്റ് നീഡ് നോട്ട് ബി പാരലൽ ടു ഈച്ച് അതർ. ഈ കർവുകൾ പെർഫെക്റ്റ് പാരലൽ ലൈൻസ് ഒന്നും ആവണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് നീഡ് നോട്ട് ബി പാരലൽ. ആൻഡ് ദെൻ ഇനിയിപ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് വിചാരിക്കാം, അങ്ങനെ വരയ്ക്കാമല്ലോ. നമ്മളിങ്ങനെ കോൺവെക്സ് ആയിട്ട് വരയ്ക്കാതെ ഇതിനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇങ്ങോട്ട് വരയ്ക്കാം. അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ടു ഗുഡ്സ് ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. രണ്ട് ഗുഡ്സ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കുമ്പോഴാണ് ഇൻഡിഫറൻസ് കർവ് സ്ട്രെയിറ്റ് ആയിട്ട് വരിക. ആൻഡ് അതിനിപ്പോൾ റെക്റ്റാങ്കുലർ ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഗുഡ്സ് ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ പറ്റില്ല, നോൺ സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ഗുഡ്സ് ആണെന്നാണ് അർത്ഥം. എങ്ങനെയാണ്? റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഇൻഡിഫറൻസ് കർവ്. ഇങ്ങനെയാണെങ്കിൽ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ദീസ് ടു ഗുഡ്സ് കനോട്ട് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ഓൾ. ദെൻ എ കൺസ്യൂമർ ഹാസ് ജനറലി എ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഒരു കൺസ്യൂമർക്ക്, പിന്നെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർക്ക് ഒരു ഇൻഡിഫറൻസ് കർവ് ഒന്നല്ല ഉണ്ടാവുക. ദേ വിൽ ബി ഹാവിങ് എ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഈ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. ദേ വിൽ ബി ഹാവിങ് ലോട്ട് ഓഫ് കർവ്സ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോണ്ട് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് പഠിക്കാനുള്ളത് സെയിം ആണ് ഐസോകോണ്ടിൻ്റെ പ്രോപ്പർട്ടീസും, അതുകൊണ്ടാണ് അതങ്ങനെ മാറിപ്പോയത്. ഓക്കെ, ദെൻ നമ്മളിനി പഠിക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്താണെന്നുള്ളതാണ്. അപ്പം നിങ്ങളെ ടെക്സ്റ്റിൽ വളരെ ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. വിൽ ട്രൈ ടു എക്സ്പ്ലെയിൻ എങ്ങനെയാണെന്നുള്ളത്. ദെൻ ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം കണ്ടെത്താൻ, അതായത് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലാണ്, ഏതൊക്കെ കോമ്പിനേഷൻ ഓഫ് ഗുഡ് ഇൻപുട്സ് ഉപയോഗിച്ച് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് പ്രോഫിറ്റബിൾ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം. ഇത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഇൻഡിഫറൻസ് കർവ് സഹായിക്കും. ബിക്കോസ് ദിസ് ഇൻഡിഫറൻസ് കർവ് ഇസ് ജസ്റ്റ് ലൈക്ക് ഐസോകോണ്ട് കർവ്,
which determines the various combinations of products that can be, various combinations of inputs that can be used for producing a particular level of output. അത് ഡിറ്റർമിൻ ചെയ്യാൻ സഹായിക്കുന്ന കർവാണ് ഐസോകോണ്ട് കർവ്. അതുപോലെ തന്നെയാണ് ഈ ഇൻഡിഫറൻസ് കർവും. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ തീരുമാനിക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ അതിൻ്റെ ബേസിസിൽ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യാം, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. ദെൻ ഇറ്റ്സ് ഹെൽപ്ഫുൾ ഇൻ എക്സ്ചേഞ്ച് ഓഫ് കമോഡിറ്റീസ് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ്. അപ്പം നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലിൻ്റെ ബേസിസിലാണല്ലോ ഞാൻ ഇതെടുക്കാം, അത് നീ എടുത്തോളൂ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എനിക്ക് അത് തരൂ പകരം ഇത് തരാം എന്നൊക്കെ പറയുന്ന ഈ എക്സ്ചേഞ്ച് ഓഫ് കമോഡിറ്റീസ് ഒക്കെ ഹാപ്പൻ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഇൻഡിഫറൻസ് കർവാണ്. Then useful in determine the rate of exchange in international trade. Obviously international ട്രേഡിൽ നമ്മൾ എന്തൊക്കെ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യണം, അത് എത്ര റേറ്റിൽ ഇമ്പോർട്ട് ചെയ്താലാണ് ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതൊക്കെ തീരുമാനിക്കാനായിട്ട് ഈ ഇൻഡിഫറൻസ് കർവ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ടാക്സേഷൻ പർപ്പസ് ഓൾസോ, ഏതൊക്കെ ഗുഡ്സിന് മുകളിൽ, ഇപ്പോൾ ഹയർ സാറ്റിസ്ഫാക്ഷൻ ഈൽഡ് ചെയ്യുന്ന ഗുഡ്സിന് കുറച്ച് ടാക്സ് കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ അല്ലെങ്കിൽ ആൾക്കാർ ആ സാധനത്തിന് മുകളിൽ സാറ്റിസ്ഫൈഡ് അല്ല, അതിന് മുകളിൽ നമുക്ക് കൂടുതൽ ടാക്സ് ഇമ്പോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് വേണോ ഇൻഡയറക്റ്റ് ടാക്സ് വേണോ എന്നൊക്കെ തീരുമാനിക്കാനൊക്കെ ഗവൺമെൻറ് ടാക്സേഷൻ പോളിസിയിൽ ഹെൽപ്പ് ചെയ്യും ദിസ് ഇൻഡിഫറൻസ് കർവ്. ദെൻ ഈ പബ്ലിക് ഫിനാൻസിലെ നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചേഴ്സ് നമ്മൾ നടത്തുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കും? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ആസ്പെക്റ്റിനെ മനസ്സിലാക്കാനാണല്ലോ ഈ ഇൻഡിഫറൻസ് കർവ് ഉള്ളത്. അതുകൊണ്ട് പബ്ലിക് ഫിനാൻസിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഇൻഡിഫറൻസ് കർവ് ഹെൽപ്ഫുള്ളാണ്. ദെൻ ഹെൽപ്ഫുൾ ഫോർ ഗവൺമെൻറ് ആൻഡ് റാഷനിങ് ആൻഡ് സബ്സിഡീസ്. നമ്മൾ റേഷൻ ഫെസിലിറ്റി ചെയ്യുന്നതിലും ആൾക്കാർക്ക് എന്തൊക്കെയാണ് PDSലൂടെ കൊടുക്കേണ്ടത്, ഏതൊക്കെ ഐറ്റംസിന് സബ്സിഡീസ് കൊടുക്കണം എന്നൊക്കെ ഉള്ളത് ഡിറ്റർമിൻ ചെയ്യാനും ഈ ഇൻഡിഫറൻസ് കർവ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദെൻ ഇറ്റ്സ് ഹെൽപ്ഫുൾ ഇൻ സെക്യൂരിറ്റി അനാലിസിസ്. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും, നമ്മൾ ഏതൊക്കെ ഷെയർസിൽ എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ. ആൻഡ് ദെൻ ഹെൽപ്സ് ഇൻ മെഷറിങ് കൺസ്യൂമർ സർപ്ലസ് എത്രയാണെന്ന് മനസ്സിലാക്കാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇത്രയാണ് അപ്ലിക്കേഷൻസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. സോ താങ്ക് യു. നന്നായിട്ട് ടെക്സ്റ്റൊക്കെ വായിക്കുക. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഡു കോൺടാക്ട് മീ. ഓക്കെ, താങ്ക് യു.